മണവറയെങ്കിൽ ചേർക്കണമേശോ. ഉന്നത നൃപനാം നിശികാനാഥ മൃഗരെല്ലാരും നിന്നെ വിളങ്ങും വചനമുടുണരാൻ വരമരുളേണം. അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചറിയേൽപ്പിക്കുന്നവനെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, അഗാധത്തിനെ ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനത്തിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ എന്റെ വാഗ്ദാനത്തിലാകുന്നു. പ്രതിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പ്രതിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിന്റെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം മുതൽ എന്നേക്കുമാമേൻ. അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചറിയേൽപ്പിക്കുന്നതിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവെ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെ സർവേശ്വരാം കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവർ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം ദീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോട് ഏൽപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥന്മാരാകും മുഴുവൻ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ച രക്ഷരായ കബറുകൾ നേർക്കപ്പെടുകയും ദുഷ്ടങ്ങൾ നീതിവാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ ഒരു ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുപ്പുകാർക്കായി ലോകാർപ്പത്തിനെ സത്യമാണ് സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളും ഞങ്ങളുടെ സമൂഹത്തിനും കൃപയും അനുഗ്രഹം നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈ ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും പുഴക്കടലിൽ ചേരും പോൽ മാലാഖമാരെന്നെ എതിരേൽക്കുവാനണയും ഈ ചിന്തകളാൽ കണ്ണീരാറ്റിടുവിൻ. എൻ സ്നേഹം നിങ്ങൾ തൻ കൂടെ വസിക്കും പ്രിയരേ. ഇല്ലൊന്നും കൂടെയെടുപ്പതിനാ നാം ചെയ്യും നന്മകളല്ലാതെ പൊന്നും പണവും വെറുതെയല്ലോ സ്വർഗീയ വീട്ടിൽ. ഓർക്കുക എൻ പ്രിയരേ,
ചേർന്നിടും പുഴക്കടലിൽ ചേരും പോൽ. എൻ പേർക്കായി ക്രൂശിതനായവനേ, എന്നരുതേ എന്നുടെ തിന്മകളെ, അറിവോടെയും അറിവില്ലാതെയുമായി അനവധി പിഴ ചെയ്തു. തള്ളരുതെന്നെ നീ, ഈ ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും പുഴക്കടലിൽ ചേരും പോൽ. മാലാഖമാരെന്നെ എതിരേൽക്കുവാനണയും. ഈ ചിന്തകളാൽ കണ്ണീരാറ്റിടുവിൻ. എൻ സ്നേഹം നിങ്ങൾ തൻ കൂടെ വസിക്കും പ്രിയരേ. സ്നേഹത്തിൻ നീർധാര തൂകുന്ന കരുണാർദ്ര ജീവപ്രവാഹമേ യേശുവേ, എന്നെ പിരിയാത്ത നിരുപമ സ്നേഹമേ, അകലാത്ത സ്നേഹത്തിൻ നീർധാര തൂകുന്ന കരുണാർദ്ര ജീവപ്രവാഹമേ യേശുവേ, എന്നെ പിരിയാത്ത നിരുപമ സ്നേഹമേ യേശുവേ.
ബന്ധങ്ങൾ സ്നേഹം മറക്കിലും മായാത്ത സ്നേഹമായി കൂടെ വരുന്നു നീ. മുറിവേറ്റ ബന്ധങ്ങൾ സ്നേഹം മറക്കിലും മായാത്ത സ്നേഹമായി കൂടെ വരുന്നു നീ. നീറുന്ന ദുഃഖങ്ങൾ കോപം വരുത്തിലും അലിവിൻ പുണ്യമായി ചാരേയണഞ്ഞു നീ. നീറുന്ന ദുഃഖങ്ങൾ കോപം വരുത്തിലും അലിവിൻ പുണ്യമായി ചാരേയണഞ്ഞു നീ. അകലാത്ത സ്നേഹത്തിൻ നീർധാര തൂകുന്ന കരുണാർദ്ര ജീവപ്രവാഹമേ യേശുവേ, എന്നെ പിരിയാത്ത നിരുപമ സ്നേഹമേ യേശുവേ. ചിന്തകൾ ചങ്കു തകർക്കിലും സാന്ത്വന സ്പർശമായി എന്നെ നയിച്ചു നീ. തളരുന്ന ചിന്തകൾ ചങ്കു തകർക്കിലും സാന്ത്വന സ്പർശമായി എന്നെ നയിച്ചു നീ. തിന്മതൻ ശക്തികൾ ഹൃദയം ഭരിക്കിലും നന്മതൻ ദീപമായി ആത്മം നിറഞ്ഞു നീ. തിന്മതൻ ശക്തികൾ ഹൃദയം ഭരിക്കിലും നന്മതൻ ദീപമായി ആത്മം നിറഞ്ഞു നീ. അകലാത്ത സ്നേഹത്തിൻ നീർധാര തൂകുന്ന കരുണാർദ്ര ജീവപ്രവാഹമേ യേശുവേ, എന്നെ പിരിയാത്ത നിരുപമ സ്നേഹമേ. അകലാത്ത സ്നേഹത്തിൻ നീർധാര തൂകുന്ന കരുണാർദ്ര ജീവപ്രവാഹമേ യേശുവേ, എന്നെ പിരിയാത്ത നിരുപമ സ്നേഹമേ യേശുവേ. എന്നേശു എൻ കൂടെ എപ്പോഴും കാണും. എന്നേശു എൻ കൂടെ എപ്പോഴും കാണും. എന്നേശു എൻ കൂടെ സ്നേഹമുള്ള സഹോദരങ്ങളെ, അത്യന്തം വേദനാനിർഭരമായ ഒരന്തരീക്ഷത്തിൽ ഈ നാടിൻ്റെ സജീവ സാന്നിധ്യമായിരുന്ന കരക്കാട്ട കുടുംബത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രൻ ഇന്ന് തൻ്റെ ഈ ലോക ജീവിതത്തിലെ എല്ലാവിധമായ ദൗത്യങ്ങളും പൂർത്തിയാക്കി നിത്യപിതാവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയാവുകയാണ്. വാക്കുകൾക്ക് പരിമിതികളുള്ള ഒരു സമയമാണിത്. പ്രിയപ്പെട്ട അപ്പൻചേട്ടനെ അറിയാത്തവരോ പരിചയപ്പെടാത്തവരോ ആയി ഇവിടെ കൂടിയിരിക്കുന്നവരിൽ ആരുമുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുക. കാരണം ഈ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങളുടെയും പ്രിയപ്പെട്ട അപ്പച്ചേട്ടനായിട്ട് കുര്യനായിട്ട് ഈ ഇരിട്ടി പ്രദേശത്തെയും കീഴ്പള്ളി, ഡോർ, വെളിമാനം മേഖലകളെയും അതിലുപരിയായി കേരള നാട്ടിലും മറുനാട്ടിലും ഒരു പ്രത്യേക വ്യക്തിത്വ വലയം സൃഷ്ടിച്ച
ഒരു മഹത് വ്യക്തിയാണ് പ്രിയപ്പെട്ട അപ്പച്ചൻ ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ മഹത്വമോ നന്മയോ ഒന്നും വാക്കുകൾ കൊണ്ട് പറഞ്ഞ് ആരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ല. സാക്ഷ്യമോ സാക്ഷ്യപ്പെടുത്തലുകളോ അതിലുപരിയായി ഈ നല്ല ദേഹത്തെ അറിയാത്ത, ഈ വ്യക്തിത്വത്തെ സ്നേഹിക്കാത്ത ആരുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന ജനസഹസ്രങ്ങൾ ഈ പ്രിയ വ്യക്തിത്വത്തെ സ്നേഹിച്ചിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമായി നമുക്ക് കരുതാം. പ്രിയപ്പെട്ട റോസ്മ ചേച്ചിയെ സംബന്ധിച്ച് തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ വേർപാട്, ഒരു നല്ല ഭർത്താവിൻ്റെ വിയോഗം വേദനാജനകമാണ്. വിശ്വസിക്കുവാനും അംഗീകരിക്കുവാനും പ്രയാസമുണ്ട്. പ്രിയപ്പെട്ട മക്കളെ സംബന്ധിച്ച് പപ്പായുടെ ദേഹവിയോഗം താങ്ങാവുന്നതിലധികമായ വേദനയും ദുഃഖവും ഉളവാക്കുന്നുണ്ട്. ചക്കോച്ചേട്ടനെ സംബന്ധിച്ച് പ്രിയ മകൻ, എപ്പോഴും കരുതലോടെ സ്നേഹിച്ചിരുന്ന മകൻ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന, സഹോദരങ്ങളെ സംബന്ധിച്ച് മാർഗദർശിയും പ്രിയപ്പെട്ടവരുമായി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാപൂർവം ഒരു നല്ല ജ്യേഷ്ഠനായി അവരോട് കൂടി ഉണ്ടായിരുന്ന ആള്. കീഴ്പള്ളി പ്രദേശത്തെ സംബന്ധിച്ചും കീഴ്പള്ളി ഇടവകയെ സംബന്ധിച്ചും സ്നേഹിക്കുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന, വലുപ്പ ചെറുപ്പമില്ലാതെ, ജാതി മത വ്യത്യാസമില്ലാതെ മനുഷ്യ വ്യക്തിത്വത്തെ മാനിക്കുന്ന മനുഷ്യ സ്നേഹി, ഒരു നല്ല മനുഷ്യൻ. അപ്പൻ ചേട്ടൻ്റെ മരണവാർത്ത അറിഞ്ഞ നിമിഷം മുതൽ ഓരോ അധരങ്ങളിൽ നിന്നും ഞാൻ കേട്ട വാക്ക് മറ്റൊന്നുമല്ല, ഒരു നല്ല മനുഷ്യൻ എന്ന്. ഒരു ലോകത്തിൽ, പ്രത്യേകിച്ച് ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ നേടാവുന്നതിൽ ഏറ്റവും വലിയ മഹത്വവും ഭാഗ്യവും നേടിക്കഴിഞ്ഞു. ഒരു നല്ല മനുഷ്യൻ എന്ന ലോകം അംഗീകരിച്ചു. അതിലുപരിയായി ദൈവം ഈ പ്രിയ മകനെ അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ്. ജീവിതത്തിൻ്റെ എല്ലാ സമയവും ദൈവം നൽകിയെന്നും ദൈവത്തിന് നന്ദിയുണ്ടെന്നും ഏറ്റുപറയാനും അങ്ങനെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണെന്നുള്ള ആ വിശ്വാസത്തിൻ്റെ സാക്ഷ്യമായി ജീവിക്കുവാനും പ്രിയപ്പെട്ട അപ്പൻചേട്ടന് സാധിച്ചു. കീഴ്പള്ളി ഇടവകയെ സംബന്ധിച്ച് ഇടവകയുടെ ഒരു വലിയ നിധി ആണ് തന്നെ നഷ്ടപ്പെടുക. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് 4 വർഷത്തെ പരിചയമേ ഉള്ളുവെങ്കിൽ പോലും ഒരു ജീവിതകാലം മുഴുവനുമുള്ള പരിചയവും ബന്ധവും ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ ഇടപെടലുകളും എൻ്റെ ജീവിതത്തിൽ പ്രിയപ്പെട്ട അപ്പൻചേട്ടനിൽ നിന്നുണ്ടായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാൻ, സ്നേഹപൂർവ്വം എല്ലാ കാര്യങ്ങളും തിരക്കി വേണ്ടത് നിർദ്ദേശിക്കാൻ, അഭിപ്രായങ്ങൾ പറയാൻ, നന്മ പറയാൻ, എല്ലാത്തിനും പ്രിയപ്പെട്ട അപ്പൻചേട്ടൻ എന്നോട് കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതും ഇത്തരണത്തിൽ ഞാൻ ഓർമ്മിക്കുകയും, തിരുസഭയ്ക്ക് വിശ്വാസമുള്ളൊരു പുത്രനാണ് ഇന്ന് ദൈവകരങ്ങളിലേക്ക് തിരുസഭ വെച്ച് നീട്ടുക. വിദേശത്താണെങ്കിലും ഇവിടെ വന്നാൽ ഞായറാഴ്ചയിലെ വിശുദ്ധ ബലിയിൽ സജീവമായി പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിക്കാത്ത ഒരു ദിവസവും ഈ പുണ്യദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു എന്നുള്ളത് എത്രയും വിശ്വാസമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹമെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. അങ്ങനെ